ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് സർക്കിൾ എന്ന ചാപ്റ്ററിൽ രണ്ടാമത്തെ സെക്ഷൻ പഠിക്കാം. ആദ്യമായി ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിളിൻ്റെ സെൻറ്റർ എ, സർക്കിളിലെ ഒരു പോയിൻ്റാണ് ബി. വേറൊരു പോയിൻ്റ് കൂടി എടുക്കണം. സി എന്നൊരു പോയിൻ്റ് കൂടി സർക്കിളിലെടുത്തു. ഇനി സർക്കിളിലെ ഈ രണ്ട് പോയിൻറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു. ഈ ബി സി എന്ന ലൈനിൻ്റെ പേരെന്താണ്? കോഡ്. ബി സി എന്നത് സർക്കിളിൻ്റെ കോഡാണ്. സർക്കിളിൽ ഇങ്ങനെ ബി സി എന്നൊരു കോഡ് വരച്ചപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ രണ്ട് പാർട്ടാക്കി മാറ്റാൻ പറ്റും. ഈ ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന വലിയ പോർഷന് ലാർജസ്റ്റ് സെഗ്മെൻ്റ് എന്നും താഴെ കാണുന്ന ചെറിയ പോർഷൻ ഇതിന് സ്മോളസ്റ്റ് സെഗ്മെൻ്റ് എന്നാണ് പറയുക. ഇനി ഈ സ്മോളസ്റ്റ് സെഗ്മെൻറ്റിൽ ലാർജസ്റ്റ് സെഗ്മെൻറ്റിലും ഞാൻ കുറച്ച് പോയിൻറ്റ്സുകൾ എടുക്കുകയാണ്. ആദ്യം ലാർജസ്റ്റ് സെഗ്മെൻറ്റിൽ ലാർജസ്റ്റ് പാർട്ട്, സർക്കിളിലെ ആ ലാർജസ്റ്റ് പാർട്ടിൽ സർക്കിളിൽ തന്നെ ഞാനൊരു പോയിൻ്റ് എടുത്തു. ഡി എന്നൊരു പോയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി സർക്കിളിലുള്ള ഡി എന്ന പോയിൻറ്റും കോഡിൽ ബി സി എന്ന എൻഡ് പോയിൻറ്റുകളും തമ്മിൽ കണക്റ്റ് ചെയ്യുകയാണ്. ഇനി ഡി എന്ന കോർണറിൽ ഒരു ആംഗിൾ കിട്ടുന്നുണ്ട്. ആ ആംഗിൾ എത്രയെന്നുള്ളത് മെഷർ ചെയ്യുകയാണ്. 52.2 52.2 ഡിഗ്രിയാണ് അവിടുത്തെ ആംഗിൾ. ഇനി ഡി എന്ന പോയിൻറ്റിനെ മൂവ് ചെയ്യിക്കുകയാണ്. എന്ത് സംഭവിച്ചു? അതായത് സർക്കിളിൻ്റെ ലാർജസ്റ്റ് പാർട്ടിൽ എല്ലാ ഭാഗത്തും എല്ലാ പോയിൻറ്റിലും, അതായത് സർക്കിളിൽ ഇവിടെ ഒരു പോയിൻ്റ്, ഈ പോയിൻറ്റിൽ കൊണ്ടുവച്ചപ്പോഴും 52 പോയിൻ്റാണ്, ഇവിടെ വെച്ചപ്പോഴും 52.2 ഡിഗ്രി. അങ്ങനെ ഇവിടെ ഈ സർക്കിളിലെ വലിയ പാർട്ടിലാണ് വെച്ചത്. അപ്പോഴെല്ലാം 52.2 ഡിഗ്രി എന്നാണ് വന്നത്. ഓക്കെ. ഇനി ഇപ്പോൾ സർക്കിളിൻ്റെ ലാർജസ്റ്റ് പാർട്ടിലുള്ള ഓരോ പോയിൻറ്റിൽ വെച്ചപ്പോഴും 52.2 ഡിഗ്രി തന്നെയാണ് വന്നത്. ഇനി ഞാൻ സർക്കിളിൻ്റെ സ്മോളസ്റ്റ് പാർട്ട്, അതായത് താഴെ വരുന്ന കുഞ്ഞ് പോർഷനിൽ ഒരു പോയിൻ്റ് എടുക്കുകയാണ്. ഇ എന്നൊരു പോയിൻ്റ് എടുത്തു. ഇനി സർക്കിളിൻ്റെ കോഡിലെ രണ്ട് എൻഡ് പോയിൻറ്റിൽ നിന്നും ആ പോയിൻറ്റിലേക്ക് കണക്റ്റ് ചെയ്തു. ഇനി ആ ഭാഗത്ത് വരുന്ന ആംഗിൾ നമുക്ക് നോക്കാം. $127.8 ഡിഗ്രി. അതായത് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പോയിൻറ്റിന് മാത്രം ഒരു മൂവ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്ത് സംഭവിച്ചു? ബി സി ഇവിടെ കോഡാണ്. ബി സി എന്നുള്ള കോഡ് കഴിഞ്ഞൊരിക്കലും ബി കഴിഞ്ഞിട്ടും പോയിൻ്റ് പോകരുത്, അതുപോലെ സി കഴിഞ്ഞിട്ടും ഈ പോയിൻ്റ് പോകരുത്. അതുവരെ മാത്രം നമ്മൾ ഈ പോയിൻറ്റിനെ മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് എത്രയാണ് ഡിഗ്രി ആംഗിൾ അതുതന്നെയാണ് വന്നത്, അല്ലേ? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കറക്റ്റ് ആ 127.8 ഡിഗ്രി തന്നെയാണ് വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചപ്പോൾ രണ്ട് പാർട്ടാക്കി കട്ട് ചെയ്തു സർക്കിൾ. ആ ഒരു പാർട്ടിൽ ഉണ്ടാകുന്ന ആംഗിൾസ് എല്ലാം സെയിം ആണ്. അതേപോലെ അടുത്ത പാർട്ടിലും ഉണ്ടാകുന്ന ആംഗിൾസ് എല്ലാം
സെയിം ആണ്. ഇനി ഞാൻ ബി സി എന്ന കോഡിൽ നിന്നും സെൻറ്ററിലേക്ക് ലൈൻ ജോയിൻ ചെയ്യണം. ഓക്കെ, എന്നിട്ട് സെൻറ്ററിലെ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. (104.4 ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്ററിൽ വരുന്ന ആംഗിളും സർക്കിളിൻ്റെ ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാവുന്ന ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സെൻറ്ററിലെ ആംഗിളും സർക്കിളിൻ്റെ ലാർജസ്റ്റ് പാർട്ടിലുണ്ടാവുന്ന ആംഗിളും എത്രയാണ്? എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? നമുക്ക് നോക്കാം. ആംഗിൾ എ ഈക്വൽ ടു ഇവിടെ 104.4 വന്നത്. ഈ ആംഗിൾ എയിൻ്റെ പകുതി നോക്കുകയാണ്. ആംഗിൾ എയിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 104.4 പകുതി എത്രയാണ് വരിക? 52.2 അല്ലേ? അതായത് നമുക്കിവിടെ എന്ത് ഉറപ്പിക്കാം? ഇവിടെ ബി സി എന്ന് പറയുന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും സർക്കിളിൻ്റെ ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, അതായത് ബി സി എന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും സർക്കിളിൻ്റെ ലാർജസ്റ്റ് പോയിൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടി പറയാനുണ്ട്. ഇത് ആംഗിൾ ഇ ആണ്. ഓക്കെ, ഇത് ആംഗിൾ ഇ ആണ്. ഇതൊന്ന് ഇവിടെ എഴുതാം. ഇവിടെ ആംഗിൾ ഇ ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആംഗിൾ ഇയും ആംഗിൾ ഡിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം നമുക്ക്. ആംഗിൾ ഡി ഈക്വൽ ടു 52.2 ആണ്. ഓക്കെ, ഇനി ആംഗിൾ ഇ ഈക്വൽ ടു 127.8 ആണ്. ഇതിനെന്തെങ്കിലും ബന്ധം നോക്കാം. നമുക്കിത് തന്നെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വരിക? എന്ത് കിട്ടി? 180 കിട്ടി. അതായത് ബി സി എന്ന കോഡ് സർക്കിളിൻ്റെ ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളും സർക്കിളിൻ്റെ ബി സി എന്ന കോഡ് സർക്കിളിൻ്റെ സ്മോളസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 180 എന്നത് കിട്ടി. അടുത്ത ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണിത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇനി ഇവിടെ പറയാനുള്ളത് വേറൊരു പ്രോപ്പർട്ടി കൂടി എനിക്ക് പറയാനുണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടി നമുക്ക് നോക്കാം. ഡിയിൽ നിന്നും ബിയിലേക്കും, ബിയിൽ നിന്ന് ഇയിൽ നിന്ന് സിയിൽ നിന്ന് ഡി, ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കൂ. അങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്താൽ ആ ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയോ? ഇപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്ന ക്വാഡ്രിലാറ്റർ ഒന്ന് ശ്രദ്ധിക്കൂ. ഡി ബി, ഇവിടെ ഇ ആണ്, ഇ സി.
ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇയും ഡിയും. ഈ ഓപ്പോസിറ്റ് ആംഗിളായിട്ടുള്ള ഇയും ഡിയും ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടിയത്? 180 ഡിഗ്രി. അതേപോലെ ഓപ്പോസിറ്റ് ആംഗിളാണ് ബിയും സിയും, അത് തമ്മിൽ ആഡ് ചെയ്താലും എത്ര തന്നെയായിരിക്കും? 180 ഡിഗ്രി. കാരണം ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് 360 ഡിഗ്രിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ ഒരു കാര്യം കൂടി ക്ലിയറായി. ഈ സർക്കിളിനകത്ത് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ് DBEC. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അതായത് ഇങ്ങനെ വരുന്ന ക്വാഡ്രിലാറ്ററിന് ഒരു പേര് കൂടിയുണ്ട്, സൈക്ലിക് ക്വാഡ്രിലാറ്റർ. ഓക്കെ, എന്താണ് പേര്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ പറയുക, ഈ ക്വാഡ്രിലാറ്ററിനെ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾ മെയിനായിട്ട് കുറേ പോയിൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. ഒന്ന്, BC എന്ന കോഡ് സർക്കിളിനെ 2 പാർട്ടായി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം സെയിം ആണ്. അതിനാണ് ടീച്ചർ ഇവിടെ ഡീന് മൂവ്മെൻറ്റ് കൊടുത്തിരുന്നു. കണ്ടോ, ഇങ്ങനെയൊക്കെ വരുമ്പോഴും കുട്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷനാണ്. അപ്പോഴും 52 ഡിഗ്രി തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴും 52 ഡിഗ്രി തന്നെയാണ്. അതായത് സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയാണ്. മാത്രമല്ല ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും സെയിം ആണ്. ക്ലിയറായോ? അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തെറ്റിക്കരുത്. കറക്റ്റ് ഇങ്ങനെയാണ് വരിക, 52 ഡിഗ്രി. അതായത് സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയാണ് ലാർജസ്റ്റ് പാർട്ട്, സർക്കിളിൻ്റെ ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. പിന്നെ അടുത്ത പോയിൻ്റ്, സർക്കിളിൻ്റെ സ്മോളസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളും ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെയും സമ്മ് 180 ഡിഗ്രി, അതായത് സപ്ലിമെൻ്ററി ആയിരിക്കും. അടുത്തത്, സ്മോളസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം സെയിം ആണ്, ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം സെയിം ആണ്. ഇനി ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളും സ്മോളസ്റ്റ് പാർട്ടിൽ ഉണ്ടാകുന്ന ആംഗിൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 180 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി ഈ കോഡിൻ്റെ 2 എൻഡ് പോയിൻറ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ കിട്ടുന്ന ആംഗിളിൻ്റെ പകുതിയാണ് ലാർജസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് കിട്ടി. അടുത്തതായി നമുക്ക് കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിലെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററിന് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്നാണ് പറയുന്നത്. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ 4 വെർട്ടെക്സിലൂടെയും സർക്കിൾ കടന്നു പോകും. ശരിയല്ലേ? അതിൻ്റെ 4 വെർട്ടെക്സിലും ഇവിടെ ശ്രദ്ധിക്കൂ, BDCE എന്ന് പറയുന്ന ഈ 4 പോയിൻറ്റിലൂടെയും സർക്കിൾ, ക്വാഡ്രിലാറ്ററിൻ്റെ ഈ 4 പോയിൻറ്റിലൂടെയും സർക്കിൾ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.